ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വമുണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ ദൈവത്തിൻ്റെ വചനം. മത്തായി സുവിശേഷം 14 അധ്യായം അതിൻ്റെ 17-18 വാക്യം. അവർ അവനോട് 5 അപ്പവും 2 മീനുമല്ലാതെ ഞങ്ങൾക്കിവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അത് ഇനി കൊണ്ടുവരുവീൻ എന്ന് അവൻ പറഞ്ഞു. യേശുവിൻ്റെ വചനം കേൾക്കുവാൻ വേണ്ടി വന്ന ഒരു വലിയ പുരുഷാരത്തിൻ്റെ ആത്മീയ വിശപ്പ് മാത്രമല്ല, അവരുടെ ഭൗതിക വിശപ്പും അറിഞ്ഞ് അവർക്ക് ആഹാരം കൊടുക്കുവാൻ യേശു ശിഷ്യന്മാരോട് ആവശ്യപ്പെടുകയാണ്. ശിഷ്യന്മാർ യേശുവിനോട് പറയുന്നു, ഞങ്ങളുടെ പക്കൽ ഇത്രയും ജനത്തിന് ആഹാരം കൊടുക്കുവാനായി ഒന്നുമില്ല. യേശു അവരോട് ആവശ്യപ്പെടുന്നത്, നിങ്ങളുടെ പക്കൽ എന്താ ഉള്ളത്? അവർ പറയുന്നു, 5 അപ്പവും 2 മീനുമല്ലാതെ ഞങ്ങളുടെ പക്കൽ ഒന്നുമില്ല. യേശു ആവശ്യപ്പെടുന്നു, അത് എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. യേശു വീണ്ടും പറയുന്നു, പുരുഷാരത്തെ നിലത്ത് ഇരിക്കുവാൻ, പന്തിയായി ഇരിക്കുവാൻ ആവശ്യപ്പെടുന്നു. മാത്രമല്ല, യേശു അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി ആ ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുക്കുകയും അവർ അത് വിളമ്പുകയും 12 കൊട്ട ശേഷിച്ചു. 5000 പുരുഷന്മാർ മാത്രം വെച്ചാൽ സ്ത്രീകൾ ഉൾപ്പെടെ അതിലെത്രയോ അധികം തിന്ന് തൃപ്തരായി എന്ന യേശു ചെയ്ത വലിയൊരു അത്ഭുതത്തെ വിവരിക്കുന്ന ഒരു ഭാഗമാ ധ്യാനചിന്തയിലെടുത്തത്. ഇന്ന് പകൽക്കാലം എൻ്റെ മനസ്സിലേക്ക് ഈ വേദഭാഗത്തിൽ നിന്ന് വന്ന 1-2 ചിന്തകൾ. ഒന്ന്, നമ്മുടെ ആത്മീയ വിശപ്പ് മാത്രമല്ല, ഭൗതിക വിശപ്പും അറിയുന്ന കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ആത്മീയ വിശപ്പ് ദൈവം തൻ്റെ വചനം കൊണ്ട് മാറ്റി. പ്രൈസ് ലോർഡ്. നമ്മുടെ ശാരീരികമായ പ്രതിസന്ധിയും പ്രയാസവും അറിഞ്ഞ്, ഹല്ലേലൂയ, അവിടെയും പ്രവർത്തിക്കുന്ന നമ്മുടെ കർത്താവ്. രണ്ടാമതായ എൻ്റെ ചിന്ത എന്നുള്ളത്, മനുഷ്യനെപ്പോഴും സാധിക്കുകയില്ല, ഒന്നുമില്ല, നടക്കുകയില്ല എന്ന പദമാണ് പറയുക. ഏതൊരു മനുഷ്യൻ്റെയും വായിൽ നിന്ന് ആദ്യം വരുന്നത് നടക്കത്തില്ല, ഇതുകൊണ്ട് തികഞ്ഞു പറ്റുകയില്ല, ഞങ്ങളുടെ പക്കൽ ഇത്രയേ ഉള്ളൂ. എന്നാൽ ദൈവത്തിന് പറയുവാനൊരു വാക്ക് എപ്പോഴും സാധിക്കും, നടക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് സംഭവ്യമാണ് എന്നുള്ളത്. അപ്പോൾ ദൈവത്തിൻ്റെ സംസർഗത്തിലിരിക്കുന്ന മനുഷ്യനും ആ പദവിയിലേക്ക് ഉയരും എന്നുള്ളതും ഈ ചിന്തയോട് ചേർന്ന് ഞാൻ പറയട്ടെ. ഹല്ലേലൂയ. സാധിക്കും. പ്രൈസ് ദി ലോർഡ്. നടക്കും. അങ്ങനെ പറയാൻ ഒരു ദൈവഭക്തന് മാത്രമേ കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മൂന്നാമത്തെ ചിന്ത ഇതിൽ നിന്ന് എൻ്റെ മനസ്സിലേക്ക് പരിശുദ്ധാത്മാവ് തന്നത്, ദൈവമക്കളെ, ഈ എന്താണ് നമ്മുടെ പക്കൽ ഉള്ളത് എന്നുള്ളത് ദൈവം എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്താണ് നിന്റെ പക്കൽ ഉള്ളത്? ഹല്ലേലൂയ. ഇവിടെ ആ ശിഷ്യന്മാരുടെ പക്കലുള്ളത് 5 അപ്പവും 2 മീനുമാണ്. അപ്പോൾ എന്താണ് നമ്മുടെ പക്കൽ ഉള്ളത് എന്നുള്ളതാണ് ദൈവത്തിന് ചോദിക്കാനുള്ളത്. നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത്? അത് എൻ്റെ അടുക്കൽ കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ മോശയെ യഹോവയായ ദൈവം മിസ്രയീമിലെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കുവാൻ ഫറവോന്റെ അടുക്കിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ദൈവവും മോശയും തമ്മിലുള്ളൊരു സംഭാഷണമുണ്ട്. അവിടെ മോശ ഒത്തിരി സംശയങ്ങൾ ചോദിക്കുന്നു. യഹോവയായ ദൈവം മോശയോട് പറയുന്നൊരു കാര്യമുണ്ട്, നിന്റെ കയ്യിൽ എന്താണുള്ളത്? അവൻ പറഞ്ഞൊരു വടിയാണ്. നിങ്ങൾ ചിന്തിക്കുക, മോശയുടെ കയ്യിൽ ഇരുന്ന ആ വടി അവൻ ഉപയോഗിച്ചത് ആടിനെ നേരായി നടത്തുവാനും അല്ലെങ്കിൽ ആടിന് തീറ്റിയൊക്കെ ഒന്ന് ചായച്ചു കൊടുക്കുവാനും ഒക്കെയാണ് ഇത്രയും നാളും ആ വടി ഉപയോഗിച്ചത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് ആ വടിയെ ദൈവം
കരത്തിലെടുക്കുക. മോശയുടെ കയ്യിലുണ്ടായിരുന്ന വടിയാണ് ഫറവോന് ഒരടയാളമായി മാറിയത്. ഹല്ലേലൂയ. യഹോവ ദൈവമാകുന്നു എന്ന് ഫറവോനെ ബോധ്യപ്പെടുത്തിയ ഒരടയാളമായ വടിയെ മാറ്റുവാൻ ദൈവത്തിന്. പിന്നെയും നമ്മൾ ആ വടിയെക്കുറിച്ച് ചിന്തിച്ചാൽ, സ്തോത്രം, ചെങ്കടലിന്റെ കരയിൽ നിൽക്കുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന മോശയോട് ദൈവം പറയുന്നു, നിന്റെ വടി ചെങ്കടലിന് നേരെ നീട്ട്, നിന്റെ കയ്യിലുള്ള വടി നീട്ടാനാ പറഞ്ഞത്. പിന്നെ ഈ മുൻപോട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, സ്തോത്രം, പാറയുടെ സ്തോത്രം അടുക്കൽ ചെന്നിട്ട് നിന്റെ വടി കൊണ്ട് പാറയെ അടിക്കുക. അപ്പൊ നോക്കണം, ഇന്നലകളിൽ താൻ ഉപയോഗിച്ചിരുന്ന ഒരു വടി എന്തൊക്കെയോ ആടിനെ തീറ്റുവാനും അല്ലെങ്കിൽ ആടിനെ നട നടത്തുവാനും കോലുകൊണ്ട് അല്ലെങ്കിൽ ആടിന് തീറ്റിയൊക്കെ എടുത്തു കൊടുക്കുവാനും ഒക്കെ, ഹല്ലേലൂയ, സ്തോത്രം, തൻ്റെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ആ വടി ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിറവേറ്റുന്ന ഒരു വടിയായി മാറുകയാണ്. അപ്പം നമ്മുടെ കയ്യിൽ എന്താണുള്ളത് എന്നുള്ളതാണ് പ്രാധാന്യം അർഹിക്കുന്നത്. അത് ദൈവത്തിൻ്റെ പദ്ധതിയായി ഹല്ലേലൂയ ഉപയോഗിക്കുക. സ്തോത്രം. 5 അപ്പവും 2 മീനും അവരുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അതിനെ ദൈവം വർദ്ധിപ്പിക്കുക. അത് ശിഷ്യന്മാർക്ക് ഇത്ര പേർക്കൊന്നും തികഞ്ഞു പറ്റാനില്ല, ഞങ്ങൾക്ക് പോലും തികയത്തില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ദൈവം അത് 5000 പുരുഷന്മാർക്ക് മാത്രം, എന്ന് വെച്ചാൽ അതിലധികം ജനമുണ്ട്, തിന്ന് തൃപ്തരായി 12 കൊട്ട നിറച്ചെടുക്കുന്ന അനുഭവത്തിലേക്ക് അവരുടെ കയ്യിലുള്ളതിനെ വർദ്ധിപ്പിച്ചു കൊടുത്തത്. ഇതാ മോശയുടെ കയ്യിൽ ഹല്ലേലൂയ ഒരിക്കലും ഒരു പ്രയോജനവും അല്ലെങ്കിൽ ചില പ്രത്യേക കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിച്ച വടി ദൈവം ഒരു അത്ഭുതത്തിൻ്റെ വടിയായി മാറ്റുന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ സ്തോത്രം, ഹല്ലേലൂയ, എലീശയുടെ അടുക്കലേക്ക് ഒരു പ്രവാചകന്റെ ഭാര്യ അടുത്തു ചെല്ലുക. എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, കുഞ്ഞുങ്ങളെ കടക്കാർ പിടിച്ചു കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്നുവെന്ന് പറയുമ്പോൾ എലീശ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ വീട്ടിൽ എന്താ ഉള്ളത്? നിന്റെ വീട്ടിൽ. അവൾ പറയുന്നു, ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല. എൻ്റെ വീട്ടിൽ ഒരു ഭരണി എണ്ണ ഇരിപ്പുണ്ട്, അല്ലാതെ ഒന്നുമില്ല. എലീശ പറയുന്നു, നിന്റെ അയൽവക്കത്തൊക്കെ ചെന്നിട്ട് വെറും പാത്രങ്ങളെ വാങ്ങിക്കുക, നീ ഒരു മുറിയിലേക്ക് കയറി അടയ്ക്കുക. ഹല്ലേലൂയ, സ്തോത്രം, വാതിലടച്ച് അതിനകത്ത് വെറും പാത്രത്തിലേക്ക് നിന്റെ കയ്യിലുള്ള ഒരു ഭരണി എണ്ണയുണ്ടല്ലോ അത് പകർന്നൊഴിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന് നമ്മോട് ചോദിക്കുവാനുള്ളത്, നിന്റെ പക്കൽ എന്താ ഉള്ളത്? അതിനെ ഞാൻ ഒരു അത്ഭുതമാക്കി, നിന്റെ ജീവിതത്തിൻ്റെ വിടുതലാക്കി, നിന്റെ നന്മയാക്കി തീർക്കുവാൻ എനിക്ക് കഴിയുമെന്ന കർത്താവ് പറയുന്നു. പലപ്പോഴും നമ്മൾ ഇല്ലാത്തതിനെയൊക്കെ ഹല്ലേലൂയ ഇല്ലാതെ എനിക്കിതില്ല എന്ന് പറഞ്ഞും ഇല്ലാത്തതിനെ ഓർത്ത് ദുഃഖിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. ദൈവം ചോദിക്കുന്നത്, നിന്റെ പക്കൽ എന്താ ഉള്ളത്? നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? അതെൻ്റെ കയ്യിൽ താ. പ്രൈസ് ദി ലോർഡ്. അതിനെ ഞാൻ നിന്റെ ജീവിതത്തിന്, നിന്റെ ജീവസന്ധാരണത്തിന്, നിന്റെ നന്മയ്ക്ക്, നിന്റെ അനുഗ്രഹത്തിന് ഉതകയാകുന്ന രീതിയിൽ ഞാനതിനെ മാറ്റും എന്ന കർത്താവിന് പറയാറുള്ളത്. പലപ്പോഴും കയ്യിലുള്ളതിനെ, അതിൻ്റെ വലുപ്പത്തെക്കുറിച്ച് നമ്മൾ ഹല്ലേലൂയ അറിയാതെ ഇല്ല എന്ന് പറയുന്ന ആളുകളായ മാറുന്നത്. ഇന്ന് പകൽക്കാലം ദൈവത്തിന് പറയാനുള്ളത്, നിന്റെ പക്കൽ എന്താ ഉള്ളത്? അതെൻ്റെ കയ്യിലേക്ക് കൊണ്ടുപോവാ, എൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോവാ. അതിനെ ഞാൻ വർദ്ധിപ്പിക്കും, അതിനെ ഞാൻ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നിന്റെ ജീവിതത്തിൽ നിനക്കൊരു ശ്രേഷ്ഠത കൊണ്ടുതരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി. മൂന്നാമത്തെ ചിന്തയാണ്, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ കയ്യിലുള്ളത് ഹല്ലേലൂയ എന്താണ്? അത് ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കുക. അതിനെ ദൈവം വർദ്ധിപ്പിക്കുവാനിടയായിത്തീരും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, എൻ്റെ ചിന്തകൾ ഇവിടെ നിർത്തുവാൻ ഹല്ലേലൂയ നിർബന്ധിക്കുന്നുകൊണ്ട് ഞാൻ പറയട്ടെ, ദൈവമക്കളെ, നമ്മുടെ ഭൗതിക ആവശ്യങ്ങളും അറിയുന്ന ദൈവം, ആത്മീയ വിഷയങ്ങൾ മാത്രമല്ല ഭൗതിക ആവശ്യങ്ങളും അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ദൈവം. 2, നമ്മുടെ ലിമിറ്റേഷൻ, നമ്മുടെ കയ്യിലുള്ളത് ചെറുതാണ് എന്നറിയാം.
ഇല്ല എന്നുള്ളതല്ല, ഉണ്ടെന്നും സാധിക്കുമെന്നും പറയുന്ന കർത്താവ്. 3, നമ്മുടെ കയ്യിലുള്ളത് എന്തോ അതിനെ വർദ്ധിപ്പിക്കുന്ന, അത് ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ വർദ്ധിപ്പിക്കുന്ന ദൈവം. പകൽക്കാലം ഹല്ലേലൂയ നമ്മുടെ നാവിൽ ഇല്ല എന്നുള്ളതല്ല, ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്ത് ഉണ്ടെന്നും സാധിക്കുമെന്നും നടക്കുമെന്നും പറയുന്ന ദൈവീക കാഴ്ചപ്പാടിലേക്ക് ഈ വചനചിന്തകൾ നമ്മളെ മാറ്റട്ടെ. നമ്മുടെ കയ്യിലുള്ളതിനെ കർത്താവ് വർദ്ധിപ്പിക്കട്ടെ. നമ്മുടെ ആത്മീയ മേഖലകളും ഭൗതിക മേഖല ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന കർത്താവിൻ്റെ അടുക്കിലേക്ക് അടുത്തിയത് അനുഗ്രഹം പ്രാപിപ്പാൻ ഈ വചനങ്ങൾ ഇടയാകട്ടെ. ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, ഹല്ലേലൂയ. ഒരു ജനത്തിൻ്റെ ആത്മീയ വിശപ്പ് മാത്രമല്ലല്ലോ, ഭൗതികമായ വിശപ്പും അങ്ങ് അറിഞ്ഞ് ആ ജനത്തിന് ആഹാരം കൊടുക്കുന്നത് ഓർത്ത് സ്തോത്രം. അതേ കർത്താവേ, ഇല്ല എന്ന് ശിഷ്യന്മാർ പറയുമ്പോൾ, അല്ല ഇതുകൊണ്ട് സാധിക്കും, ഇതുകൊണ്ട് നടക്കുമെന്ന് പറയുവാൻ തക്കവണ്ണം ദൈവങ്ങളുടെ വിശ്വാസത്തിൻ്റെ തലത്തെ ഉയർത്തുന്നത് ഓർത്ത് സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ ദൈവത്താൽ ഇത് നടക്കുമെന്നുള്ള ഉൾബോധ്യം ദൈവർ കൊടുക്കുന്നു ഓർത്ത് സ്തോത്രം. കർത്താവേ സ്തോത്രം. ഞങ്ങളുടെ കയ്യിലുള്ളത് എന്തോ അതിനെ ഞങ്ങളുടെ കയ്യിലേക്ക് സമർപ്പിക്കുമ്പോൾ അതിനെ വർദ്ധിപ്പിച്ചും ഹല്ലേലൂയ സ്തോത്രം, നന്മയും അനുഗ്രഹവും ഞങ്ങൾക്കത് കർത്താവേ സ്തോത്രം ശ്രേഷ്ഠതയും ഒക്കെ ആക്കി തീർക്കുന്ന കർത്താവിന് സ്തോത്രം. ജനത്തിൻ്റെ ഹല്ലേലൂയ ആത്മതലത്തെ തൊടണമേ ഈ വചനം വെച്ച്, അവരുടെ കണ്ണുകളെ തുറക്കണമേ അപ്പാ. ഈ വചനം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തന്നതോർത്തു സ്തോത്രം കർത്താവേ. മഹത്വം അങ്ങയ്ക്ക്. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ദിനം ദൈവത്തിൻ്റെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.